ബിജേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇറാഖിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ആക്രമണത്തെ ഞങ്ങൾ തടുത്തു എന്നാണ് അമേരിക്ക പല റിപ്പോർട്ടുകളിലൂടെയും പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്കറിയില്ല. എങ്കിലും അമേരിക്കയുടെ ഒരു വ്യോമത്താവളത്തിൽ ആക്രമണം നടത്താൻ ഇറാൻ കാണിച്ച ആ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇപ്പൊ പറയുന്നുണ്ട്. കാരണം ആ ഒരു ഡ്രോൺ ആക്രമണമാണ് അവർ നടത്തിയത്, അതിനെ ഞങ്ങൾ തകർത്തു എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് സകല അമേരിക്കൻ വ്യോമത്താവളങ്ങളിലും ശക്തി കൂട്ടാൻ, അതായത് ജാഗ്രത കൂട്ടാൻ കൃത്യമായി അമേരിക്ക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഇറാഖിലെ മാത്രമല്ല, ഇതിന് പിറകെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സകല രാജ്യങ്ങൾക്കും ഇറാൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസിനാണ് താക്കീത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും അടി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഈ ഇറാന്റെ ആക്രമണം, ഇറാൻ 150 ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലാണ് ഒരുമിച്ച് ഇസ്രായേലിലോട്ട് അയച്ചത്. നമ്മൾ ഇതുവരെ ഇസ്രായേൽ എല്ലായിടത്തും ആക്രമണം നടത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഹമാസിനെതിരെയും പിന്നെ ഹിസ്ബുള്ളക്കെതിരെയും. പിന്നെ ഇവരൊന്നും ഒരു രാജ്യമല്ല, ഭീകരവാദ സംഘടനകളാണെന്ന് പറയാം. പക്ഷെ ഒരു രാജ്യത്തിൽ ആക്രമണം നടത്തിയപ്പോൾ ഈ 150 സൂപ്പർസോണിക് മിസൈലുകൾ വിട്ടതിൽ പലതും ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ 10 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് 150-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയെയും ഇറാൻ ആക്രമിക്കുന്നത്, ഫ്രാൻസിന് താക്കീത് കൊടുത്തിരിക്കുന്നത്. ഇനി സൗദിയെ ആക്രമിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. കാരണം സൗദിയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ചങ്ക്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത രാജ്യം സൗദിയാണ്. ഇപ്പോൾ രണ്ടാമത് അധികാരമേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു രാജാവൊക്കെയാണ് MBS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾ ഇപ്പോൾ വന്ന് നിൽപ്പുണ്ട് ഇറാന്റെ തീരത്ത് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഈ സംഭവങ്ങൾ അമേരിക്കയെ ആക്രമിക്കുന്നതിലൂടെ, അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ആക്രമിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അത് പറയാറുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ പലവട്ടം അത് പറഞ്ഞു ആക്രമിക്കുന്നുള്ളത്. കാരണം ഇതെല്ലാം പ്ലാനിങ് ആയിരുന്നു. ആണവ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 60 ദിവസം ഞാൻ ഇറാന് നൽകുന്നു, 60 ദിവസം കഴിയുമ്പോൾ എന്തും സംഭവിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. 60 ദിവസം കഴിഞ്ഞു, 61ാമത്തെ ദിവസം അടി തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ആ 60 ദിവസം കൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ കൃത്യമായി തന്നെ ഹോംവർക്ക് ചെയ്ത് റെഡിയായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം അവർക്ക് നന്നായി അറിയാം, അവർക്കെന്നല്ല ഏതൊരു മനുഷ്യനും നന്നായിട്ട് അറിയാം ഈ കരാർ എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം സമ്പുഷ്ട യുറേനിയം പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ഇറാൻ അത് പിന്മാറില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ എവിടെയിട്ടാണ് ഈ ചർച്ച വിജയിക്കുക അറിയില്ല. ഏതായാലും അത് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇറാൻ എത്രത്തോളം മുന്നൊരുക്കം അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയവുമാണ്. മറ്റൊന്ന്, ഈ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയോടൊപ്പം ഈ കടലിൽ, മെഡിറ്ററേനിയൻ കടലിലടക്കം നേരത്തെ മുതൽ തന്നെ വിന്യസിച്ച് കിടക്കുന്ന ഷിപ്പുകളാണ്. ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സഖ്യകക്ഷികൾ എന്ന നിലയിൽ നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ്. UKയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ വാർഷിപ്പുകളും ഫ്ലൈറ്റുകളും മറ്റുമൊക്കെ നേരത്തെ മുതൽ തന്നെ മേഖലയിൽ ഉള്ളതാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു രാജ്യം ഫ്രാൻസ് ആണ്. അതിലവർ കുറച്ചധികം യുദ്ധങ്ങൾ അവരുടേതായ കാരണങ്ങൾ കൊണ്ടായിരുന്നില്ല, പകരം ഈ അമേരിക്കയെ സഹായിക്കാനായിട്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലായാലും ഇവിടെ നമ്മുടെ ആഫ്രിക്കയിലായാലും ഒക്കെ ഈ അമേരിക്കയുടെ ഒരു വാലായിട്ടാണ് ഇവർ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ വീണ്ടും അത് ഫ്രാൻസിലേക്ക് വരുന്നു. അപ്പൊ ഇവരെ എങ്ങനെ ആക്രമിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബലം ഇറാൻ ഉണ്ടോ എന്നറിയില്ല. പ്രത്യേകിച്ച് നാവിക കരുത്തും വ്യോമക്കരുത്തുമാണല്ലോ ഇപ്പോഴത്തെ ആധുനിക യുദ്ധത്തിൽ വേണ്ട ഒരു കരുത്ത്. നമ്മുടെ രാജ്യവും വ്യോമക്കരുത്തിന്റെ ബലത്തിലാണ് അടിച്ച് നാശമാക്കിയത് പാകിസ്ഥാനെ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്. പക്ഷെ അത്രത്തോളം ഒരു കരുത്ത് ഇറാൻ നാവികസേനയ്ക്കില്ല, ഇല്ലെങ്കിൽ ഇറാൻ വ്യോമസേനയ്ക്കും ഇല്ല. അവർക്കാകെ ഉള്ളത് വലിയ ഒരു സംഖ്യ ഉള്ള ഒരു അവരുടെ മിലിറ്ററി കരസേന ഉണ്ട് എന്ന് മാത്രമാണ്. പക്ഷെ ഇവിടെ കരസേനയുടെ ഒരു പ്രധാന പ്രശ്നം, കരസേനയ്ക്ക് കടന്നു കയറാൻ പറ്റുന്ന ഭാഗത്തല്ല ഇസ്രായേൽ എന്നുള്ളതാണ്. 2 രാജ്യങ്ങൾ മിനിമം കടക്കേണ്ടി വരും. ഒന്നുകിൽ സിറിയ വഴി കയറേണ്ടി വരും, ജോർദാനും സിറിയയും. അതല്ലാന്നുണ്ടെങ്കിൽ ജോർദാനും ഇറാഖും വഴി കടക്കേണ്ടി വരും. അപ്പൊ ഇത്രയും ഭാഗത്തൊക്കെ മാർച്ച് ചെയ്ത് 2 രാജ്യങ്ങൾ കടന്ന് അപ്പുറത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പിന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത്, മുൻപായിരുന്നെങ്കിൽ ഇവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യം ഈ ഹിസ്ബുള്ളയും ഹൂത്തികളെയും ഒപ്പം തന്നെ ഈ പറയുന്ന ഹമാസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനർക്ക് ആക്രമണം ഉണ്ടാകും. പക്ഷെ ഇസ്രായേൽ വളരെ പ്രാക്ടിക്കലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം
ആദ്യം ഹമാസിനെ അടിച്ചൊതുക്കുന്നു, തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയെ ഒതുക്കുന്നു, പിന്നീട് ഹൂത്തികളെ ഒതുക്കുന്നു. അതിനുശേഷം സിറിയയിൽ ഇറാന്റെ പിന്തുണയുള്ള ഭരണകൂടത്തെ മറിച്ചിടുന്നു, അവരുടേതായ ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഭാഗം അവർ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തു. കാരണം എല്ലാ ഭാഗത്തു നിന്നും അടി വന്നു കഴിഞ്ഞാൽ നോക്കാൻ വലിയ പ്രയാസകരമായിരിക്കും. അവിടെയാണ് ഇറാന്റെ ഒരു ഇത്. ഇറാൻ ഇതിനു മുമ്പും ഇറാഖിലുള്ള അമേരിക്കൻ ഈ വ്യോമത്താവളം ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന ഈ മിലീഷ്യസ് ഗ്രൂപ്പ്, കുർദ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അവരും ഇടയ്ക്കിടയ്ക്ക് അമേരിക്കക്കെതിരെ ആക്രമണം നടത്താം. അപ്പൊ അങ്ങനെ ഒരു ആക്രമണത്തിന് ഇറാൻ ഒരുപക്ഷെ തുനിഞ്ഞേക്കാം. മറ്റൊന്ന്, ഇറാൻ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഭീകരാക്രമണം നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടം, പിടിച്ചു നിന്നേ പറ്റൂ. കാരണം അവർ ഇത്രയും നാള് കൊണ്ടുവന്ന അവരുടെ ഒരു വലിയ സ്വപ്നമാണ് ആണവ ആയുധം ഇല്ലെങ്കിൽ ആണവ ശക്തി എന്നുള്ളത്. അതാണ് ഇപ്പൊ തകിട് മറിഞ്ഞു പോയിരിക്കുന്നത്, തവിട് പൊടിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ശാസ്ത്രത്തിനെ കൊന്നിരിക്കുന്നു, മെയിൻ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുന്നു, അവരുടെ ടെഹ്റാൻ വിമാനത്താവളം തകർത്തിരിക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇറാനെ വരിഞ്ഞു മുറുക്കി. അപ്പൊ പിന്നെ ഇനി അവർക്ക് അവശേഷിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ കയ്യിരിക്കുന്ന ആയുധങ്ങൾ തലങ്ങും വിലങ്ങും എങ്ങോട്ടെങ്കിലൊക്കെ വാരി ഇടുക എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്ക് അവര് ഇന്നലെ ഒരു വാണിംഗ് കൊടുത്തിരുന്നു, അമേരിക്ക ഇതിൽ ഇടപെട്ട പണി പാളും എന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ വ്യോമത്താവളം ആക്രമിക്കുമ്പോൾ അമേരിക്കയിൽ കൂടെ വലിച്ചിടുകയാണ്. അതിനകത്ത് വലിച്ചിടാനൊന്നുമില്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അവർ ഡബിൾ ഗെയിമാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണം, സംഘർഷം ഒന്നിനും പരിഹാരമല്ലെന്ന് പറയുന്നു. മറു സൈഡിൽ താടുൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം ഇസ്രായേലിൽ എത്തിച്ചു വെച്ചുകൊണ്ട് പറയുന്നു നീ അടിച്ചോളാൻ പറയുന്നു. ഇതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളി ഇപ്പം മാറും. കാരണം ഇപ്പം ഈ ഇറാഖിൽ ആക്രമിച്ച സ്ഥിതിക്ക് അവിടെ നിന്ന് അവരുടെ കുറഞ്ഞ പക്ഷം അവരുടെ സൈനികത്താവളത്തേക്ക് പ്രൊട്ടക്ട് ചെയ്യുമല്ലോ അമേരിക്ക. അപ്പോൾ അത് സ്വാഭാവികമായി തന്നെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇറാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ആ ഒരു മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഒരു വലിയ കുളവാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക. അതായത് ഞാൻ കണ്ടില്ലേ, ഒരു മുസ്ലിം രാഷ്ട്രം ആക്രമിക്കപ്പെടുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, നിങ്ങളാരും സഹായത്തിന് വന്നില്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ അവർക്ക് ഒരു പക്ഷെ കഴിയുമായിരിക്കാം. ഇന്നലെ തന്നെ സൗദി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന്. ഇങ്ങനെ നിൽക്കുന്നു ഇറാന്റെ ഒരു അവസ്ഥ. ഇനി ഇത് കൂടാതെ തന്നെ കുവൈറ്റില് ഈ അമേരിക്കയുടെ കരസേനയുടെ ഒരു യൂണിറ്റ് ഉണ്ട്, പലയിടത്തും ഉണ്ട്. അപ്പൊ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇറാൻ എന്ന് പറയുന്നത് പലവട്ടം യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. 10 വർഷമായിരുന്നു അവര് ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്ത്. അത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. ഇറാഖിന്റെ അടുത്ത് ഈ സദാം ഹുസൈന്റെ അടുത്ത് ലോകരാജ്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു ഇപ്പം ഇറാൻ ദുർബലമായിരിക്കുന്ന അവസ്ഥയാണ്, കയറി അടിച്ചോളാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ജയിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷെ അടി തുടങ്ങി എല്ലാ ആയുധങ്ങളും അമേരിക്ക അടക്കം ഈ സദാമിനന്ന് നൽകിയിരുന്നു. അന്ന് ഒരു അടി തുടങ്ങിയിട്ട് ഇവന്മാരോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 2 രാജ്യങ്ങളായിരുന്നു, ഈ കരയുദ്ധവും മറ്റുമൊക്കെ. കാരണം അങ്ങനെ പോരാടി നിന്നിട്ടുള്ള ഒരു സേനയാണ് ഇറാഖ് സേന. പക്ഷെ ഇന്നിപ്പോ കാലം മാറി, ഇന്നിപ്പോ ടെക്നോളജി അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള യുദ്ധതന്ത്രങ്ങളാണുള്ളത്. അന്നത്തെ പോലെ കാലാൾപ്പടയും ഗറില്ല യുദ്ധമുറകളൊന്നും ഇന്ന് വിലപ്പോവില്ല. അപ്പോ അവിടെ നോക്കുമ്പോൾ, സാങ്കേതികപരമായി നോക്കുമ്പോൾ ഇറാൻ അത്ര കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമല്ല. ഈ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞ കണക്കാണ്, പാകിസ്ഥാന്റെ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ പാകിസ്ഥാനെ പോലെ അല്ല ഇറാൻ. അവർക്ക് ഇങ്ങനെ ചെയ്ത എക്സ്പീരിയൻസും മറ്റുമുണ്ട്. പിന്നെ അവർക്ക് ഈ ഡ്രോണുകളും മറ്റുമൊക്കെ അയച്ച് ആക്രമണം നടത്താൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇവർ ട്രെയിൻ ചെയ്യുന്നവരാണ് ഹിസ്ബുള്ളയുടെ എന്താ പറയുന്നത് ഈ ഗ്രൂപ്പുകൾ. ഹിസ്ബുള്ള ഈ ബോംബും മറ്റും പൊട്ടിക്കുന്നതിന്റെ, ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രം മെനയുന്നത് മുഴുവൻ ഇറാഖി കമാൻഡർമാരാണ്. അപ്പം അവർക്കിപ്പോ ആ ഒരു മെത്തേഡ് അറിയാം. ഇസ്രായേൽ ഇപ്പം ഇന്നലെ ധനുഷ് എന്നോട് ചോദിച്ചില്ലേ, ഇത്രയൊക്കെ അയൺ ഡോമും ഒക്കെ ഉണ്ടായിട്ടും ചില സാധനങ്ങൾ അവിടെ വന്ന് വീണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിത്യത്തൊഴിൽ അഭ്യാസമാണ്, ഇത് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഇന്നിപ്പം നമ്മള് പാകിസ്ഥാനായിട്ട് ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. അപ്പൊ പാകിസ്ഥാൻ ഒരു കാര്യം വ്യക്തമായി, ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കുറച്ച് ശക്തമാണ്, അത് S-400 കരുത്തിലാണ് അവർ കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇനി അവരുടെ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ഡ്രോൺ അറ്റാക്കിന് അവർ മുതിരില്ല. കാരണം ഡ്രോൺ അറ്റാക്ക് കൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുപയോഗിച്ച മെത്തേഡ്, ഈ പശ്ചിമേഷ്യ കാണുന്ന മെത്തേഡ് തന്നെയാണ് പാകിസ്ഥാൻ യൂസ് ചെയ്തത്. ഈ ഹമാസും മറ്റും ചെയ്യുന്നത് പോലെ തന്നെ കൂട്ടത്തോടെ ഡ്രോണുകൾ വിടുക. അപ്പൊ കൂട്ടത്തോടെ ഡ്രോണുകൾ വിട്ടാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100, 200 ഇല്ല 1000 ഡ്രോൺ വിട്ട് കഴിഞ്ഞാൽ കുറെ എണ്ണത്തിനൊക്കെ അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം, തകർത്ത് കളയാൻ പറ്റും. കുറച്ചെണ്ണമൊക്കെ എവിടെയെങ്കിലും വീഴും. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും മിസൈലുകളും മറ്റുമൊക്കെ ഇസ്രായേൽ പതിച്ചിട്ടുണ്ട്, ഇറാൻ മുമ്പ് വിട്ട മിസൈലുകളും ഒക്കെ തന്നെ. അപ്പോ അതിനകത്ത് ഒരു അത്ഭുതം നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം ഇതൊരു യുദ്ധമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ടീം ജയം മാത്രം, അതായത് നഷ്ടങ്ങളില്ലാതെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും സാധ്യമാകില്ല. ഇപ്പൊ അമേരിക്ക തന്നെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കും അവരുടേതായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാം ഇതിനകത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർ വിടുന്ന ഈ മിസൈലുകളെല്ലാം അവർ നേട്ടമാക്കി മാറ്റുക ചെയ്യുന്നത്.
അവര് തന്നെ വീഡിയോ ഇറക്കുന്നു, IDF തന്നെ. ഇതാ ഞങ്ങളുടെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, ഞങ്ങളുടെ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, നിരപരാധികളെ കൊന്നൊടുക്കുന്നു ഇറാൻ എന്നൊരു നരേറ്റീവ് അവർ ഇപ്പൊ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തായെന്ന് ചോദിച്ചാൽ ഈ നരേറ്റീവ് വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയില്ലേ, അയ്യോ അത്രയൊക്കെ ചെയ്തല്ലേ, എന്നാ പിന്നെ നമ്മൾ അടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അടി നന്നായിട്ട് കൊടുക്കണമെന്ന് പറയും. ഈ ഒരു സാധനമാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അവർ ഇതിനു മുമ്പൊന്നും ഇത്തരം ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇട്ടിട്ട്, ഇത് അടിക്കടി അവരിങ്ങനെ വീഡിയോ ഇട്ടിട്ടിരിക്കുക. ഇറാന്റെ ആക്രമണത്തില് കാഷ്വാലിറ്റി, എന്നിട്ട് അവരുടെ പേര്, അവരുടെ പ്രായം ഒക്കെ വെച്ചിട്ട് എന്താ പറയുന്നത്, ലോകത്തിന് മുമ്പിൽ അവരുടെ ഒരു ആംഗിൾ മാറ്റി പിടിക്കുകയാണ്. അതായത് ഇതുവരെ എന്താണോ ഈ ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഞങ്ങളുടെ ആളുകളൊക്കെ കൊന്നൊടുക്കുന്നു, നിരപരാധികളെ കൊന്നൊടുക്കുന്നു, കുട്ടികളെ കൊന്നൊടുക്കുന്നു, ഗർഭിണികളെ കൊന്നൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് നേരെ അത് ട്വിസ്റ്റ് ചെയ്ത് അവരെടുത്തു. അത് എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഒരു കാരണം വേണമല്ലോ, ഒരു പ്രധാനപ്പെട്ട കാരണം അതിനകത്തുണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് അവർ ഇന്നലെയും പറഞ്ഞത്, ഞങ്ങൾക്ക് നേരെ നിങ്ങൾ മിസൈൽ ആക്രമണം നടത്തി ഞങ്ങൾ ടെഹ്റാൻ കത്തിക്കും എന്ന് പറഞ്ഞതിന് കാര്യവും അത് തന്നെയാണ്. അപ്പൊ നാളെ ടെഹ്റാൻ കത്തിയാൽ പോലും അതിനൊരു കാരണമുണ്ട്. ഇസ്രായേൽ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അവരുടെ പൗരന്മാരെയൊക്കെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം എന്ന രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കപ്പെടത്തുള്ളൂ. അത്തരത്തിലുള്ള വീഡിയോസും ആകാം. പക്ഷെ ഇറാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ പരമ്പരാഗതമായിട്ട് നേരിട്ട് അല്ലെങ്കിൽ പോലും ഒളിപ്പോരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ ഇറാൻ നേരിട്ട് അല്ലെങ്കിൽ പോലും ഈ ഹിസ്ബുള്ള ആയാലും ഹൂത്തീസ് ആയാലും ഒപ്പം തന്നെ ഈ പറയുന്ന സിറിയയിലുള്ള മിലീഷ്യസ് ആയാലും ഈ ഹമാസ് ആയാലും ഒക്കെ തന്നെ ഇറാന്റെ സപ്പോർട്ടിൽ തന്നെയാണ് ഈ കളിക്കുന്നത് മുഴുവൻ. ഇറാന്റെ ഐഡിയകളും അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളും തന്നെയാണ് അവരിവിടെ പയറ്റുന്നത്. അപ്പൊ ഇവർക്ക് അറിയാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് രണ്ട് രാജ്യവും കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ആക്രമണം നടത്തുന്നത്. നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ വാർ പോലെ അല്ല ഇത്. അത് രണ്ട് രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയാണ്, ജോർദാന്റെയും ഇറാഖിന്റെ ഒക്കെ വ്യോമാതിർത്തി താണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. അപ്പോ ഇങ്ങനെയും കൂടെ ഉണ്ട്. അതൊക്കെ എത്ര നാൾ നിലനിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം നാളെ ഇപ്പോൾ ജോർദാനോ ഇല്ലെങ്കിൽ ഇറാഖോ ഒരു ശക്തമായ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ, അതിന് സാധ്യത വളരെ കുറവാണ്, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വ്യോമാർത്തി ഉപയോഗിക്കാനും പാടില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലൊരു പങ്കാളിയാകും എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യതകളില്ല. അതുകൂടാതെ തന്നെ പിന്നെ ഇറാന്റെ ലക്ഷ്യം വെക്കുന്നത് മുഴുവൻ സൗദിയിലുള്ള അവരുടെ ഷിപ്പുകളും ഒപ്പം തന്നെ അവരുടെ സൈനിക താവളങ്ങളുമായിരിക്കും. അങ്ങനെ ഒരെണ്ണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ സൗദിയിൽ അത് അസ്വസ്ഥത ജനിപ്പിക്കും. നമുക്കറിയാം ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ആ ബിസിനസ് പരമായിട്ടൊക്കെ മുന്നേറാനുള്ള ഒരുപാട് കരാറുകളാണ് ഒരുപാട് രാജ്യങ്ങളുമായി വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൗദി അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ട്രംപിന് പോകാൻ കഴിയില്ല. കാരണം ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് ഈ ഗൾഫ് കൺട്രീസ് തന്നെയാണ്. ഈ അടുത്ത് കണ്ടില്ലേ, വാരിക്കോരിയല്ലേ കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നത്, വിമാനം കൊടുക്കുന്നു, പിന്നെ എത്രയാണോ $1 ബില്യൺ ഒക്കെ കരാറുകൾ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ട്രംപിനും പോകാൻ പറ്റില്ല. അപ്പോ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു മെത്തേഡുമായിട്ടാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അത് എത്ര നാൾ പോകുമെന്നറിയില്ല. ഏതായാലും ഈ പറയുന്ന രാജ്യങ്ങൾ, GCC രാജ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇറാൻ ആക്രമിക്കുകയോ അവരുടെ എണ്ണപ്പാടത്തിന് തീയിടുകയോ ചെയ്താൽ കളി മാറും. ടോട്ടലി ഇതിന്റെ കളി മാറും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ രാജ്യം ഉൾപ്പെടെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നമ്മുടെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ വെള്ളത്തിലാകും. നമ്മുടെ കച്ചവടങ്ങളൊക്കെ നിൽക്കും, എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നം നമുക്കും ഉണ്ട്. അമേരിക്കയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം. കാരണം ഈ സാമ്പത്തികമുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയെ സാമ്പത്തികമായി പിന്നോട്ടടിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ചൈനയും പാകിസ്ഥാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആക്രമണം നടത്തുന്നത്. നമ്മുടെ ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഒരു വർഷം നീണ്ടുപോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? സാമ്പത്തികമായി നമ്മുടെ അസ്ഥിരതയ്ക്ക് വലിയ കോട്ടം തട്ടുമത്. അപ്പോഴെന്ത് പറ്റും? നമുക്ക് പർച്ചേസിങ് കപ്പാസിറ്റി കുറയും. പർച്ചേസിങ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റും? ലോക രാജ്യങ്ങൾക്കും ഇവിടെ കൊണ്ടൊന്നും വിൽക്കാൻ കഴിയില്ല. ഇപ്പൊ അമേരിക്കയ്ക്ക് അവിടെ ഇറക്കുന്ന ഒരു കാർ ഇവിടെ കൊണ്ട് വിൽക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അതിനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ അവന്റെ കാർ എന്ത് ചെയ്യും? അവിടെ ഇട്ട് പൂപ്പ് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു വണ്ടി ഉണ്ടാക്കുന്നത് ലോകം മുഴുവൻ കൊണ്ട് വിറ്റഴിച്ച് ലാഭം ഉണ്ടാക്കാനാണ് മുതലാളി ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും എടുത്ത് പിടിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യണം എന്ന് പറയുന്നത്. ഇന്ത്യ ഇപ്പം എല്ലാ ദിവസവും ഇന്ത്യയുടെ പ്രസ്ഥാനം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം, ഞങ്ങൾ ഇത് ഇടപെടാം. കാരണം ഇത് അത്രത്തോളം ഭീകരമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് ഈ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് എല്ലാ ട്രേഡിങ്ങും നടക്കുന്നത്. ആ ട്രേഡിംഗ് എല്ലാം പെട്ടെന്ന് നിലച്ചു പോയി. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഒക്കെ ഒരു വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കും. കാരണം ഈ എണ്ണ നിങ്ങളുടെ എണ്ണ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ എണ്ണ കിട്ടിയാലേ നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിത് വർക്ക് ചെയ്താലേ നമ്മുടെ അടുത്ത ഉൽപ്പന്നം പുറത്തിറക്കി വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഒരു ചെയിൻ ആണല്ലോ ഇതെല്ലാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ്. പക്ഷെ ഇറാൻ ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്, അവരുടെ ഒരു അവസാന കളിയാണ്. ഞാൻ ഇതിനകത്ത് കാണുന്ന ഇതിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഖമേനി കൊല്ലപ്പെടുക, അവിടെ കൊണ്ട് ഇതിനൊരു എൻഡ് ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഇനിയും മാരകമായ കുറെ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഇത് നിർത്തും. അപ്പോഴേക്കും ഇറാനിലെ
പുതിയൊരു ഭരണ സംവിധാനത്തിലേക്ക് നീങ്ങും. ഇല്ലെങ്കിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും സൗദി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നല്ല സ്നേഹത്തിന്റെ ഒരു പാതയിലേക്ക് ഒരു സംവിധാനം ഉരുത്തിരിഞ്ഞ് വരും. അത് ഒരുപക്ഷെ ഇറാനിലെ ജനവും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ഇറാൻ അങ്ങനെ എഴുതിത്തള്ളപ്പെടേണ്ട ഒരു ശക്തിയല്ല. ശരിയാണ്, ടെക്നിക്കലി നോക്കുമ്പോൾ അവർക്ക് പോർ വിമാനങ്ങൾ വളരെ പഴഞ്ചനാണ്, കുറവ്. പണ്ട് അമേരിക്ക കൊടുത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പഴഞ്ചനാണ്, കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഈ നാവികപ്പട അങ്ങനെ വലിയ കരുത്തും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, ഉള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, കാരണം അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ട്, അവർക്ക് കുറച്ചുകൂടെ അതിനെ നന്നാക്കി എടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ അവർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാവശ്യം കൊള്ളാവുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവർ ഈ പറയുന്ന ആ മിസൈലുണ്ട് ഈ മിസൈലുണ്ടെന്നൊക്കെ അവർ പറയുന്നതിന്റെ കാര്യം അതാണ്. പക്ഷെ അത് എത്രത്തോളം സത്യമാണ് അല്ലേന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളെ ഓക്കെ. അറിയത്തുള്ളൂ. ഇതിനേക്കാൾ വലിയ മിസൈലൊക്കെ ഉള്ളത് മീൻപിളൊക്കെ ചെയ്യുമായിരുന്നു പാകിസ്ഥാൻ. ഇപ്പൊ അവിടെ പൊടി പോലും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് എന്ന് നമുക്കറിയത്തില്ല. നമ്മള് ഇന്നാള് കണ്ടതാണ് അതിന്റെ ഒരു പടം, മിസൈലിന്റെ ഒരു അടുക്കി വെച്ചിരിക്കുന്ന ഒരു ടണലിൽ കൂടെ അവരുടെ ആ സൈനിക മേധാവിയാണ് ഇപ്പൊ കൊല്ലപ്പെട്ടത്. ആ സൈനിക മേധാവി പോകുന്നു സല്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.